Oh, you did it! I know, it's okay. It's all. ഹാനയുടെ കാത് കുത്താൻ പോയാലോ നമുക്ക്? ഹാനയുടെ ബർത്ത്ഡേക്ക് മുമ്പേ തന്നെ കാത് കുത്താനുള്ള പ്ലാനിങ് ഞങ്ങൾ തുടങ്ങിയെങ്കിലും ഇപ്പോൾ 16 മാസമായിട്ട് ഇന്നാണ് സമയവും സന്ദർഭമൊക്കെ ഒത്തു വന്നത്. ഞങ്ങൾ നേരെ പോയത് ഓഷ്വാ സെൻറ്ററിലുള്ള ക്ലയേഴ്സിലാണ്. തലേദിവസം തന്നെ നമ്മൾ വിളിച്ചൊരു അപ്പോയിൻമെൻറ്റ് എടുത്തായിരുന്നു. ആ സമയത്ത് എത്താൻ പറ്റാത്തത് കാരണം ഞങ്ങൾ ജസ്റ്റ് വാക്കിനാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് അവിടെയുള്ള കമ്മലുകളുടെ ഒരു ഓപ്ഷൻസാണ്. ഇതിൽ ബേബി ആൻഡ് ടോഡ്ലർ സെക്ഷനിൽ 6 or 7 കമ്മലുകളാണുള്ളത്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. വലിയവർക്കാണെങ്കിൽ ആ ഫുൾ ബോഡിയിലുള്ള ഏത് കമ്മൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ബേബീസിന് അലർജിക്ക് ആവാതിരിക്കാൻ വേണ്ടി ഒന്നുകിൽ യെല്ലോ ഗോൾഡ് അല്ലെങ്കിൽ വൈറ്റ് ഗോൾഡിൻ്റെയോ അങ്ങനത്തെ പ്രീമിയം മെറ്റീരിയൽസ് മാത്രമേ അവർ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വന്നതിന് ശേഷം ഞങ്ങൾ പിയേഴ്സിങ് സ്റ്റേഷനിലെത്തിയിട്ടോ. ഹാന കാര്യമായി നോക്കിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് തന്നെ അവർ നമ്മളുടെ കൺസെൻറ്റ് ഫോം സൈൻ ചെയ്യിപ്പിക്കും. ഇപ്പോൾ 3 മാസത്തിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ അവരുടെ വാക്സിനേഷൻ റെക്കോർഡ് കാണിക്കണം. ഹാനയ്ക്കിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞത് കാരണം അതിൻ്റെ ആവശ്യമില്ല. പാരൻസ് ആരെങ്കിലും ഒരാളുടെ ID പ്രൂഫ് കാണിച്ചാൽ മതി. അതിനുശേഷം അവർ മെഷർമെൻ്റ് എടുക്കുക. നമ്മുടെ മാർക്കർ പെന്നില്ലേ അത് തന്നെ, ആ പേനയുടെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് അവർ അളവെടുത്ത് ജസ്റ്റ് മാർക്കർ വെച്ച് സ്പോട്ട് മാർക്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് കാണിച്ചു തരും. നമ്മൾ ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ പിയേഴ്സിങ് ചെയ്യുക. എല്ലാ കമ്മലും ഇൻസ്ട്രുമെൻസും എല്ലാം പാക്ഡ് സീൽഡ് പാക്കേജുകളാണ്. അത് കാരണം എല്ലാം സ്റ്റെറിലൈസ്ഡ് ആണ്. അത് അവരുടെ വെയ്വറിൽ അവർ എഴുതി തരും എവറിത്തിങ് ഈസ് 100% സ്റ്റെറിലൈസ്ഡ് എന്ന്. അപ്പോൾ കുറച്ചും കൂടിയും സേഫറാണ് നമ്മൾ നാട്ടിലത്തെ പോലെ കാത് ഒരു സ്ഥലത്ത് ചെന്ന് കുത്തുന്നതിനേക്കാളും. എല്ലാ സാധനങ്ങളും റെഡിയായി. ഗണ്ണ് കണ്ടപ്പോൾ തന്നെ ഒരാൾക്ക് ചെറിയ രീതിയിലൊക്കെ കത്തി. കാത് കുത്തുന്ന സമയമായിട്ടോ. കരച്ചിലും അത് പിന്നെ വേദന ഉണ്ടാവുമല്ലോ, ഒബ്വിയസ്ലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ്. പക്ഷെ ഒരു 2 കാതും കൂടെ കുത്താൻ ഒരു 30 സെക്കൻഡ്സ് താഴെ എടുത്തുള്ളൂ. കരച്ചിലൊരു 1 മിനിറ്റ് ഉണ്ടായിരിക്കും. ബിസ്ക്കറ്റും ഒക്കെ നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെച്ചത് കാരണം അത് നേരെ കൊടുത്തു. അയാൾ കാം ഡൗൺ ആയി. അതിനുശേഷം അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് നമുക്ക് മിററിൽ കാണിച്ചു കൊടുത്തു ഹാനയ്ക്ക്. ആ സമയത്ത് കരച്ചിലിൻ്റെ ആധിക്യത്തിൽ അതൊന്നും നോക്കാൻ തോന്നിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവൻ്റെ തൊട്ടപ്പുറത്ത് ഫുഡ് കോർട്ടുണ്ട്, അവിടെ പോയി ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. അതോടെ ആൾ ഹാപ്പിയായി. കാത് കുത്തിയതൊരു കാര്യമേ ആൾക്കിപ്പോൾ ഓർമ്മയില്ല. ആഫ്റ്റർ കെയറിനുള്ള സൊല്യൂഷനും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ കേട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി.